മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. കാട്ടാനകൾക്ക് പുറമെ പുലിപ്പേടി കൂടിയായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് ആളുകൾ പറയുന്നു. കാട്ടുകൊമ്പന്മാരടക്കം മൂന്നാർ മേഖലയിൽ കാടിറങ്ങി ഭീതി പരത്തുന്ന സംഭവം സാധാരണയായി കഴിഞ്ഞു. ഇതിനൊപ്പമാണിപ്പോൾ പുലിപ്പേടിയും വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടം തൊഴിലാളികളാണ് പുലിയെ നേരിൽ കണ്ടത്. പിന്നീട് സംഭവം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഭാഗം കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികളെത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശമാണ്. സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി ഇവിടെ കൊളുന്നുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി നമ്മുടെ ഓഫീസിൽ വന്ന് പുലിയെ നേരിട്ട് കണ്ടതായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ RRT ടീമിനെ വിളിക്കുകയും അതുപോലെ പെട്ടുമടി സ്റ്റേഷൻ സ്റ്റാഫിനെ വിളിച്ച് അവർ രണ്ടുപേരെയും കൂട്ടി രണ്ടായിട്ട് തിരിഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പരിശോധന നടത്തി. പരിശോധന നടത്തിയതിൽ പുലിയുടെ സാന്നിധ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്മാർക്ക് ഉണ്ട്, സ്കാറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പരിശോധന നടത്തും. അപ്പോൾ ഇപ്പം കാറ്റ് ശക്തി കൂടുതലായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കില്ല. അപ്പോൾ 4 മണിക്ക് ശേഷം വീണ്ടും ഒരു 3 ടീമിനെ ഇറക്കുന്നുണ്ട്. ആ 3 ടീം ഈ സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തും. 20 പേരടങ്ങുന്ന 2 സംഘങ്ങൾ പരിശോധനയ്ക്കുണ്ട്. തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയുമൊക്കെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മൂന്നാർ ടൗണിന് ഏതാനും ദൂരം അകലെ പുലിയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.